ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കിച്ചണിലേക്കും അതേപോലെ തന്നെ ക്ലീനിങ്ങിനൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സൊക്കെയാണ്. ചിലർക്കൊക്കെ ഇത് അറിയണ്ടായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യത്തെ ടിപ്പ്, നമ്മുടെ ഗ്യാസ് സ്റ്റൗവ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ വേഗം തന്നെ കച്ചറാവും അല്ലേ. അപ്പം അതെങ്ങനെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയും വിനീഗറും അതുപോലെ തന്നെ കുറച്ച് ഡിഷ് വാഷും വേണം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റൗവിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഡിഷ് വാഷ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വിനീഗറാണ്. അപ്പോൾ വിനീഗർ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടായിരിക്കും ഇതുപോലെ ഇങ്ങനെ പതിഞ്ഞ് പൊന്തും. ഇനി ഇതുപോലെ ഒരു 5-10 മിനിറ്റ് അതുപോലെ അങ്ങനെ വെക്കുക. അതിനുശേഷം ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ചിലർക്കത് കൈക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗ്ലൗ യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി ഒരുപാട് കച്ചറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം. പക്ഷേ സ്റ്റൗവിന് മേലെ സ്ക്രാച്ച് ചെയ്യാതെ ശ്രദ്ധിക്കണം. ശരിക്കും ക്ലീൻ ആയി കഴിഞ്ഞാൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പം നമ്മുടെ നോർമൽ ക്ലോത്തിന് പകരമായിട്ട് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മളുടെ ഓവണൊക്കെ കച്ചറായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വലിയ ലെമൺ ആകുമ്പോൾ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ലെമൺ ഫുള്ളായിട്ട് എടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പിന്നെ നമ്മൾ ഈ ലെമൺ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ലെമണിൻ്റെ പീസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഓവണിൽ വെച്ചിട്ട് ഈ വെള്ളം തിളച്ച് വരുന്നത് വരെ ഓണാക്കി കൊടുക്കാം. 10-15 മിനിറ്റോളം ഓണാക്കി കൊടുക്കണം. അപ്പോഴേക്കും ആ വെള്ളം തിളച്ചിട്ട് ആവി എടുത്തിട്ട് ഓവണിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളമായിട്ടുണ്ടായിരിക്കും. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അതിലിട്ടിട്ടുള്ള ആ ലെമണിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. കൂടുതൽ കച്ചറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കുക. ഇനി ഓവണിലുള്ള ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു സ്പോഞ്ച് വെച്ചിട്ട് അതൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അത് ഒഴിക്കണില്ല, കാരണം അത് കാര്യമായിട്ടുള്ള കച്ചറൊന്നുമില്ല. ജസ്റ്റ് ഇത് വെച്ച് തുടച്ചെടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ആവുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവൻ്റെ പുറം സൈഡും ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മളെപ്പോഴും ഗ്ലാസ് ടൈപ്പുള്ള എന്തെങ്കിലും ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് വരും കേട്ടോ. ഇനി അടുത്തത്, ഇതുപോലുള്ള കൈലുകളൊക്കെ ഒന്ന് യൂസാക്കി കഴിഞ്ഞാൽ ഒന്ന് മങ്ങിയ പോലെ ആവും. അപ്പോൾ ഇത് എങ്ങനെയാണ് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണിയിലോ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. Just keep buying everything, see you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ കുക്കറൊക്കെ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മഞ്ഞ കളറായിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ അത് കളയാനായിട്ടുള്ളൊരു ടിപ്പാണ്. ഞാനിപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് അധികം കുക്കർ നാശമാവാത്തത്. അപ്പം കുക്കറിലേക്ക് ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു ലെമൺ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ലെമൺ ആയതുകൊണ്ടാണ് പകുതി എടുത്തേക്കുന്നത്. ചെറിയ ലെമൺ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഒരു പീസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളുടെ ഡ്രസ്സൊക്കെ കഴുകുന്ന സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം വേണ്ട, 1 ടീസ്പൂണ് 1.5 ടീസ്പൂണോളം മതി. എന്നിട്ട് പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം അത് തുറന്നിട്ട് അതിനുള്ളിലുള്ള വെള്ളം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ആ വെള്ളം കൊണ്ട് നമുക്ക് വേറൊരു യൂസും കൂടെ ഉണ്ട്. അപ്പം ആദ്യം ഇനി ഈ കുക്കറൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആ കുക്കറിലുള്ള വെള്ളം വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം കൊണ്ട് നമുക്ക് നമ്മുടെ സിങ്കും കൂടെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ ലെമണിൻ്റെ പീസ് നമ്മൾ കുക്കറിൽ ഇട്ടുകൊണ്ട് തന്നെ അതൊരു കുക്കായ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള പൾപ്പൊക്കെ കിട്ടും കേട്ടോ. അത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു സ്ക്രബ്ബറോ അല്ലാന്നുണ്ടെങ്കിൽ സ്പോഞ്ചോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പൈപ്പിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും കച്ചറ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലെമണിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പം നല്ല ഈസി ആയിട്ട് നമുക്ക് സിങ്കൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രിഡ്ജിനുള്ളിൽ ചിലപ്പോൾ ബേർഡ് സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ചെയ്യുന്ന ടിപ്പാണ്. അതിന് വേണ്ടത് ലെമൺ തന്നെയാണ്. ഒരു ലെമൺ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്ത ലെമൺ ഉണ്ടല്ലോ, അതും ഇതുപോലെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ഒരു ബൗള് ഫ്രിഡ്ജിനുള്ളിൽ വെക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസത്തെ ഫുഡൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ, അങ്ങനെ വെക്കുമ്പോൾ അതൊരു ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുക, ഓപ്പൺ ചെയ്ത് വെക്കാതിരിക്കുക. അതുമാത്രമല്ല നമ്മൾ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കേടായതുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്പം തന്നെ എടുത്ത് മാറ്റുക, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് പിന്നെ ഇങ്ങനെയും കൂടി ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളി ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കാനുള്ള ടിപ്പാണ്. ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം എടുക്കൂലേ തൊലി കളയാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കുക. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം ഓവനിൽ ഇത് 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യണത്. അതിൽ കൂടുതൽ സമയം വെക്കരുതിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കുക്കായിട്ട് വരും. എന്നിട്ട് പിന്നെ തൊലി കളയാന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, അടിയിൽ ഇതുപോലെ വരുന്ന പാത്രങ്ങൾ കുറച്ച് യൂസ് ചെയ്യുമ്പോഴേക്കും കളർ ചേഞ്ച് ആയിട്ട് ഇതുപോലെ ആവും. അപ്പോൾ അത് ആദ്യത്തെ പോലെ നല്ല കളറാക്കി എടുക്കാനായിട്ടുള്ള ടിപ്പാണ്. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് 2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പോഞ്ച് എടുത്തിട്ട് ആ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ സൈഡിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷെയർ ആക്കിയിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.